കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നിധിയിലെത്തി. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. രണ്ട് വ്യക്തികൾ ഒരേ മനസ്സോടെ ഒരേ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മറുപടി ദൈവത്തിൻ്റെ കൃത്യമായ സമയത്ത് നൽകപ്പെടും. നമ്മുടെ വേദനകളും കണ്ണുനീരും നിശബ്ദമായ പ്രാർത്ഥനകളും ദൈവം ഉപേക്ഷിക്കുകയില്ല. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നു, ദൈവസന്നിധിയിൽ മനമുരുകി പ്രാർത്ഥിച്ച സാറയുടെ പ്രാർത്ഥന കേട്ട ദൈവം അവളെ അനുഗ്രഹിക്കുകയാണ്. സാറായുടെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തടസ്സമായി നിന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കുവാനും കണ്ണുകൾ കാണുവാൻ കഴിയാതിരുന്ന തോബിത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാനും റാഫേൽ എന്ന ദൈവദൂതനെ ദൈവമായ കർത്താവ് നിയോഗിച്ചു. അങ്ങനെ അവളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഉത്തരം എപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിലോ സമയത്തോ ആയിരിക്കണമെന്നില്ല. നമ്മുടെ നന്മയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ അവിടുന്ന് അതിന് ഉത്തരം നൽകും. സ്നേഹമുള്ളവരെ, നമ്മുടെ കരങ്ങളിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്നതിന് പകരം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മെ ഇന്നുവരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ചേറ്റിൽ കിടന്ന എന്നെ അവിടുന്ന് തൻ്റെ കരം നീട്ടി പിടിച്ചു, നമ്മെ മാറോട് സ്നേഹിച്ചു. ആ ദൈവത്തിന് നന്ദി പറയാം. കർത്താവെ, ഇത്രമാത്രം എന്നെ സ്നേഹിക്കാൻ എന്നിൽ എന്ത് യോഗ്യതയാണുള്ളത്? എൻ്റെ യേശുവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവയെ തേനേലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനേലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻക
പിടിച്ചു. കർത്താവായ യേശു, അവിടുന്ന് ഇതുവരെയും ഞങ്ങൾക്ക് ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന എൻ്റെ സ്വർഗീയ അപ്പ, അവിടുത്തെ നാമം മഹത്വപ്പെടും. ഇന്ന് അങ്ങയുടെ തിരുമുമ്പിൽ നിലവിളിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് കാണണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവമില്ല. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഓ എൻ്റെ യേശുവേ, എന്നിൽ നൽദാനം ഏകിടാ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാ, എന്നിൽ നൽദാനം ഏകിടാ, എന്നിൽ വൻ കൃപകളെ നിക്ഷേപിപ്പാ, തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും തിക്കിത്തിരക്കിൽ നിന്നും എനിക്കായി മാത്രം ഇരുന്നരുളി, പിന്നെ നിറവേകിയതും യേശുവേ. യേശുവേ, എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസാൽ മുറ്റും നിറച്ചു, തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും എന്നെ നിത്യമായി സ്നേഹിച്ചു, ആ തേജസാൽ മുറ്റും നിറച്ചു, തണ്ടിന്മേൽ ശോഭിച്ചിടുന്ന കത്തുന്ന വിളക്കായും ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനെ, ഓ എൻ്റെ യേശുവേ, നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും. ഹല്ലേലൂയ. ഇരുളിൽ നൽവെളിച്ചം പോലെ മാറ്റുന്ന തേജോമായനെ, നീതിയിൻ തേജസ്സാലെന്നെ അധികമായി നിലനിർത്തിയിടും. തൂയരെ തൂയാബിയേ, തൂയരെ തൂയാബിയേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ തേനീലും മധുരമേ, തൂയരെ ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സകല പ്രാർത്ഥനകളും ഈ നിമിഷം കർത്താവിൻ്റെ തിരുമുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് കർത്താവായ യേശു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.